എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്ന് മാറി നൽകിയതായിട്ടുള്ള ഒരു സംഭവം. ഈ ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ കളമശ്ശേരി സ്വദേശി അനാമിക പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ മറ്റൊരാളുടെ റിപ്പോർട്ടാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. കടുത്ത നടുവേദനയെ തുടർന്നാണ് അനാമിക ഈ മാസം 12-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. വീണ്ടും നവമിയിലേക്കാണ്. നവമി, ഈ ഒരു സംഭവം നമ്മുടെ ആരോഗ്യ വിഭാഗത്തിന്റെ തുടർച്ചയായുള്ള വീഴ്ചകളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ്. നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ചികിത്സാ പിഴവുകൾ പതിവായി നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇവിടെ ഈ അനാമിക എന്ന യുവതി എന്നാണ് ഈ ആശുപത്രിയിൽ എത്തിയത്, എക്സ്റേ എടുത്തത്? ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന പരാതി എന്താണ്? ടോം, കളമശ്ശേരി സ്വദേശിയായ 34 വയസ്സുള്ള യുവതി അനാമിക കഴിഞ്ഞ ദിവസം, അതായത് 11-ാം തീയതിയാണ് വീട്ടിൽ ഒന്ന് തെന്നി വീണത്. അതിനെ തുടർന്ന് കഠിനമായ നടുവേദനയുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയി. 12-ാം തീയതി രാവിലെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സഹോദരനുമായി പോയത്. ആ സമയത്ത് എക്സ്റേ എടുക്കാൻ ആവശ്യപ്പെട്ടു. എക്സ്റേ എടുത്തു. അതിനുശേഷം റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ചെറിയ ഈ തേയ്മാനമുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ നടക്കണം, മരുന്ന് തന്നിട്ടുണ്ട്, ഈ വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കരുത്, സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിക്കണം. അതായത് നമ്മൾ കുറച്ച് പ്രായമായവർക്ക് തേയ്മാനം, മുട്ടിനൊക്കെ തേയ്മാനം വരുന്ന ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ് ഈ അനാമികയോടും പറഞ്ഞത്. അനാമികയ്ക്ക് 34 വയസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അനാമിക മരുന്നുമായി തിരിച്ചു വീട്ടിലെത്തി. അപ്പോൾ ഒരു കാര്യം കൂടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നടുവിന്റെ ഭാഗത്ത് ചെറിയൊരു ബൾജിങ് പോലെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. അനാമിക ഈ വീട്ടിലെത്തിയ ശേഷം രാത്രി മരുന്ന് കഴിക്കാൻ സമയത്താണ് ഈ എക്സ്റേയിൽ എന്താണ് ബൾജിങ് എന്ന് നോക്കുന്നതിന് വേണ്ടി എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ലതിക 61 വയസ്സെന്ന് ആ എക്സ്റേയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ അനാമികയുടെ എക്സ്റേക്ക് പകരം ഈ ലതിക എന്ന് പറയുന്ന 61 വയസ്സുള്ള ഒരു മധ്യവയസ്കയുടെ റിപ്പോർട്ടാണ് അനാമികയുടേതെന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈമാറിയത്. അതായത് ഈ മധ്യവയസ്കയുടെ അസുഖങ്ങൾക്കാണ് അനാമികയ്ക്ക് മരുന്ന് നൽകിയത്. ഇത് പരിശോധിക്കാതെ അനാമിക മരുന്ന് കഴിച്ചിരുന്നുവെങ്കിൽ അത് ഹൈ ഡോസുള്ള മരുന്നുകളാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടത്തിലേക്ക് പോകുമോ എന്നൊരു ഭയം കുടുംബത്തിനുമുണ്ട്. ഇതിനെ തുടർന്നാണ് ഇന്നലെ അനാമികയും സഹോദരൻ, അപ്പോഴും അനാമികയ്ക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല, ഇന്നലെ ആശുപത്രിയിലെത്തി. നേരെ ഇവർ സൂപ്രണ്ടിനെ കണ്ട് കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ സൂപ്രണ്ട്, ഇത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ്, ഈ റേഡിയോളജി വിഭാഗത്തിന് പറ്റിയ അബദ്ധമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും ആക്കരുത്, ഞങ്ങൾ ഉടൻ തന്നെ വേണ്ട ചികിത്സ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ട്രിപ്പിട്ട് നൽകി, ആന്റിബയോട്ടിക്സ് നൽകി. അങ്ങനെ അതിനുശേഷം അനാമികയുടെ വേദന കുറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അനാമിക പറയുന്നത്, കുടുംബവും ആരോപിക്കുന്നത്, ഇങ്ങനെ ഏറെ വലിയൊരു തെറ്റുണ്ടായി, അപ്പോൾ തന്റെ റിപ്പോർട്ട് ആർക്കാണ് പോയത്? ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള അസുഖമുള്ള ഒരു വ്യക്തിക്കാണ് എക്സ്റേ പോയിട്ടുള്ളതെങ്കിൽ അയാളെ സംബന്ധിച്ച് അനാമികയുടെ എക്സ്റേ റിപ്പോർട്ട് പ്രകാരം മറ്റു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഗുരുതരമായ അസുഖമുള്ള ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള റിസൾട്ട് നൽകിയതെങ്കിൽ അയാളുടെ ജീവന് തന്നെ ഇത് ആപത്തായിരിക്കില്ല. അത് ആരാണെന്ന് കണ്ടെത്താൻ മെഡിക്കൽ കോളേജ് തയ്യാറാകുന്നില്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ അനാമിക പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനും ആരോഗ്യ വകുപ്പിനും സൂപ്രണ്ടിനെതിരെയും ഒപ്പം റേഡിയോളജിസ്റ്റിനെതിരെയും ഒക്കെ പരാതി നൽകിയിരിക്കുന്നത്. കുടുംബം ഇപ്പോഴും ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൂപ്രണ്ട് ഇത് പരാതിയാക്കരുതെന്ന് പറയുമ്പോൾ കൂടിയും ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പിഴവ് ഇനി ആവർത്തിക്കാതിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. തന്നെ പോലെ പാവപ്പെട്ട ആളുകൾ വരുന്ന ആശുപത്രിയാണ്, സർക്കാർ ആശുപത്രിയാണ്. ഇത് ഞങ്ങൾ ആരുടെയും ഔദാര്യമല്ല, ഇത് ഞങ്ങളുടെ അവകാശം തന്നെയാണ് ആശുപത്രിയിലെത്തി കൃത്യമായിട്ടുള്ള നല്ല ചികിത്സ ലഭ്യമാക്കുക എന്നത്. പക്ഷെ അതിന് പോലും ഇത്തരം പിഴവുകൾ കാരണം സംഭവിക്കുമ്പോഴും ഇവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണോ? ടോം, ഇപ്പോഴും അനാമികയും കുടുംബം പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക. രണ്ടാമത്, അനാമികയുടെ റിപ്പോർട്ട് അത് ആർക്കാണ് പോയതെന്ന് കൂടി ഞങ്ങൾക്കറിയണം. കാരണം ആ ഗുരുതരമായിട്ടുള്ള അസുഖമുള്ള വ്യക്തിക്കാണ് പോയതെങ്കിൽ അവർ ഇപ്പോൾ ചികിത്സ തേടാതിരിക്കുന്ന സാഹചര്യമാണ്. അത് അനുവദിക്കാൻ പാടില്ല. ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ തനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം അല്ലെങ്കിൽ തനിക്ക് പറ്റിയതുപോലുള്ള ഒരു സംഭവം മറ്റാരെങ്കിലും അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്
ബന്ധപ്പെട്ടവരെ അറിയിക്കണം, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണം എന്നീ ആവശ്യങ്ങളാണ് അനാമികയും സഹോദരനും ന്യൂസ് 18നോട് പറഞ്ഞത്. എന്തായാലും അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിനും പോലീസിനുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ടോം, ഈ പരാതിയില് കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ, അതോ ഈ മെഡിക്കൽ ബോർഡിന്റെ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് മാത്രമായിരിക്കും, അത് ലഭിച്ച ശേഷം മാത്രമായിരിക്കുമോ പോലീസ് നടപടി സ്വീകരിക്കുക? ടോം, പോലീസിന്റെ നടപടിയെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ വ്യക്തമായിട്ടില്ല. ഒരു നിമിഷം അനാമികയുടെ ഈ പരാതിക്കാരെയായ അനാമികയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ദിവസം എനിക്ക് മാറി കിട്ടിയത് മറ്റൊരു എന്നെക്കാളും ഇരട്ടിയോളം പ്രായമുള്ള ഒരാളുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് എനിക്കൊരു മെഡിസിൻ തന്നെ. ഇപ്പോൾ ഇന്നലെ പോയപ്പോഴും അവിടെയുള്ള ഡ്യൂട്ടിയിൽ കാഷ്വാലിറ്റി ഉണ്ടായ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, സെയിം മെഡിസിൻ തന്നത് പോലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇത് കഴിച്ചാലും മതി, അല്ല അത് ഏത് വേണേലും കഴിക്കാന്നൊക്കെ. നവമി, തുടരാം. ഈ പോലീസ് ഈ വിഷയത്തില് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും തന്നെ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെയാണ് അനാമികയും സഹോദരനും പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ആശുപത്രി സൂപ്രണ്ട് ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആശുപത്രി സൂപ്രണ്ട് ഇന്നലെ തന്നെ അനാമികയോടും കുടുംബത്തോടും പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് പറ്റിയ പിഴവാണ്, തിരക്കിനിടയിൽ സംഭവിച്ചതാണെന്ന് ഇന്നലെ തന്നെ അവർ അനാമികയോടും കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതികളുമായി മുന്നോട്ട് പോകരുതെന്ന് കൂടി പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ കാരണക്കാരായിട്ടുള്ള ഈ റേഡിയോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഈ പരിശോധിച്ച ഡോക്ടറിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുകൂടി അനാമികയ്ക്കും കുടുംബത്തിനും അറിയണം. അതുകൊണ്ട് തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോകുവാനും ആരോഗ്യമന്ത്രിയെ കണ്ട് അടക്കം ഈ ഒരു പരാതി ഉന്നയിക്കുവാനും കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഈ രീതിയിലുള്ള പിഴവ് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരിയായ യുവതിയുടെ ആവശ്യം.